ലാലേട്ടൻ എത്തിയപ്പോൾ എയറിൽ കയറിയതാണ് സിബിൻ. കഴിഞ്ഞയാഴ്ച വീട്ടിൽ നടന്ന ചില പ്രശ്നങ്ങളുടെ പേരിൽ ഡയറക്റ്റ് നോമിനേഷനിൽ ഇട്ടത് കൂടാതെ പവർ ടീമിൽ നിന്നും സിബിനെ ലാലേട്ടൻ പുറത്താക്കിയിരുന്നു. 2 ദിവസം മുമ്പ് ബിഗ് ബോസും സിബിന് വാർണിംഗ് നൽകിയിരുന്നു. പ്രശ്നങ്ങളുടെ തുടക്കം എന്നെ വിഷമിപ്പിക്കുന്ന തരത്തിലൊരു കമന്റ് ഞാൻ കേട്ടു എന്നും സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്നും ഹാളിൽ വെച്ച് എല്ലാവരെയും വിളിച്ചു കൂട്ടിയ ശേഷം ജാൻമണി പറഞ്ഞിരുന്നു. വ്യക്തിയുടെ പേര് പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ആളുടെ പേര് പറയണമെന്ന് നോറയും ജാസ്മിനും ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ബഹളം ആരംഭിക്കുന്നു. ഇതിനിടയിൽ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ജാസ്മിൻ സിബിനോട് സംസാരിക്കുന്നു. സിബിനാണെങ്കിൽ ഈ ആഴ്ചയിലെ പവർ ടീം അംഗം കൂടിയായിരുന്നു. എന്നാൽ വഴക്കിനിടയിൽ സഭ്യമല്ലാത്ത ഒരു ആംഗ്യം സിബിൻ കാണിച്ചു. ജാസ്മിൻ അത് കണ്ടതോടെ വളരെയധികം പൊട്ടിത്തെറിക്കുകയുണ്ടായി. മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്കും ഈ കാര്യം ജാസ്മിൻ കൊണ്ടുവന്നു. സിബിൻ പിന്നീട് എല്ലാവരോടും ക്ഷമ ചോദിച്ചിരുന്നു. അബദ്ധത്തിൽ പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ സോറി ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന നിലപാടായിരുന്നു ജാസ്മിൻ എടുത്തത്. ഇതിനുശേഷം ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചുകൂട്ടി താക്കീത് നൽകുകയാണ് സിബിന്. സിബിൻ, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടും ആഗ്രഹിച്ചുമൊക്കെയാണ് ഇവിടെ എത്തിയത്. പെട്ടെന്നുള്ള വികാരത്തിന്റെ പുറത്ത് നിങ്ങൾ വ്യക്തിത്വം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ഈ പരിപാടി കണ്ട് മനസ്സിലാക്കി വന്ന വ്യക്തിയാണ്. ഇവിടെ എന്തൊക്കെ പാലിക്കണം, എന്തൊക്കെ ഒഴിവാക്കണമെന്ന് കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ ആകാം, പക്ഷേ സഭ്യമല്ലാത്ത വാക്കുകളും ചേഷ്ടകളും ഒരു കാരണവശാലും ഇവിടെ കാണിക്കാൻ പാടില്ല. നിലവാരം കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഇനി ഇത് ആവർത്തിച്ചാൽ കർശന നടപടി നേരിടേണ്ടി വരും. ഈ വിഷയത്തിൽ മോഹൻലാൽ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും എന്നൊക്കെ ബിഗ് ബോസ് പറഞ്ഞ് വാർണിംഗ് സിബിന് കൊടുത്തിരുന്നു. സിബിന്റെ ഭാഗത്തും കുറച്ച് ന്യായമൊക്കെ നമുക്ക് കാണാം. ജാസ്മിൻ സിബിനെ നന്നായി പ്രകോപിപ്പിച്ചിരുന്നു. അതിനാലാണ് സിബിൻ അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ദേ വേസ്റ്റ് സംസാരിക്കുന്നു എന്ന് സിബിനെ പറ്റി ജാസ്മിൻ പറയുമ്പോൾ ദേഷ്യം അയാൾ ഇരിക്കുന്ന സോഫയിൽ ഇടിച്ചു തീർക്കുകയാണ് ചെയ്യുന്നത്. മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതിനെതിരെ മോഹൻലാൽ നേരത്തെ മത്സരാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ജാസ്മിൻ്റെ വൃത്തിയില്ലായ്മയെക്കുറിച്ച് വളരെ ദേഷ്യപ്പെട്ട് ജാസ്മിനോട് സംസാരിക്കുന്ന ലാലേട്ടൻ്റെ ഒരു പുതിയ പ്രമോയും എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.